നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല തീർത്ഥാടനം വ്രതശുദ്ധിയുടെയും നീണ്ട യാത്രയുടെയും അപൂർവ അനുഭവം. രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അവർ മല ചവിട്ടിയെത്തുന്നു. വ്രതമെടുത്ത് കെട്ടുമുറുക്കി കല്ലും മുള്ളും താണ്ടി കഠിനാധ്വാന യാത്ര ചെയ്ത് അയ്യപ്പനെ ദർശിക്കാനെത്തുന്ന ആ കാലം അസ്തമിക്കാൻ പോവുകയാണ്. പമ്പയിൽ കുളിക്കേണ്ട, കരിമല കയറേണ്ട, ശരംകുത്തി കാണേണ്ട, അയ്യപ്പനെ ദർശിക്കാൻ ഇനി ആകാശപാത. ട്രെയിനും വിമാനവും റോപ്പ് വേയുമൊക്കെ ശബരിമലയിലെത്താൻ ഇനി അധികകാലം വേണ്ട. ആദ്യ പദ്ധതി റോപ്പ് വേ ആണ്. അതിനായി ഇനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. റോപ്പ് വേ പദ്ധതിക്ക് മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2.7 കിലോമീറ്റർ നീളത്തിലാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് റോപ്പ് വേ നിർമ്മിക്കുന്നത്. റോപ്പ് വേക്കായി 80 മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇതിന്റെ നടപടികൾ വൈകാതെ ആരംഭിച്ചേക്കും. പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് സന്നിധാനത്തെ പോലീസ് ബാരക്കിന് സമീപത്തേക്കാണ് റോപ്പ് വേ നിർമ്മിക്കുക. 60 മീറ്റർ വരെ ഉയരമുള്ള 5 തൂണുകളാണ് ഇതിനായി വേണ്ടിവരിക. വനം വകുപ്പിന്റെ സ്ഥലത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രധാനമായും ലഭിക്കേണ്ടത്. പമ്പയിലെ ബേസ് സ്റ്റേഷൻ റാന്നി വനം ഡിവിഷൻ പരിധിയിൽ വരുന്ന പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നിർമ്മിക്കേണ്ടത്. റോപ്പ് വേയുടെ തൂണുകളും റോപ്പ് വേ അവസാനിക്കുന്ന സന്നിധാനം സ്റ്റേഷൻ വരെയുള്ള ഭാഗവും പെരിയാർ കടുവ സങ്കേതത്തിലാണ്. റോപ്പ് വേക്ക് 4.5336 ഹെക്ടർ വനഭൂമിയാണ് ആവശ്യമായി വരുന്നത്. വിട്ടുകിട്ടുന്ന വനഭൂമിക്കു പകരം കുളത്തുപുഴ കട്ടിളപ്പാറയിൽ റവന്യൂ ഭൂമിയായാണ് നൽകുക. വന്യജീവി ബോർഡിന്റെ അനുമതിക്കായി വനം വകുപ്പ് ആവശ്യപ്പെട്ട രേഖകളെല്ലാം നിർമ്മാണ കമ്പനിക്ക് കൈമാറിയിട്ടുണ്ട്.